usual, this is Bindu here. നമ്മുടെ റീഡിങ്ങിൻ്റെ ലൈവ് സെഷനാണ് അല്ലേ. നമ്മളിപ്പം കുറേ എല്ലാ പാട്ടും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഇപ്പോഴും അല്ലേ, ഇപ്പോഴും എല്ലാവരും കുട്ടികളെല്ലാം ചോദിക്കുന്നത് പാർട്ട് സി എങ്ങനെ കൂടി കുറച്ചുകൂടി എങ്ങനെ എളുപ്പമാക്കാം, പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടുന്നില്ല, കിട്ടുന്നതൊക്കെ തെറ്റായി പോകുന്നു അല്ലേ. അപ്പം നമ്മൾ കുറച്ചും കൂടി പാർട്ട് സിക്ക് കോൺസെൻട്രേഷൻ ആ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ പാർട്ട് സി ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. എങ്ങനെ നമുക്ക് പാർട്ട് സി സക്സസ്ഫുള്ളാക്കി മാറ്റാം അല്ലേ. ടിപ്സ് ഫോർ സക്സസ് ഇൻ OET റീഡിംഗ് പാർട്ട് സി. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഞാനിന്ന് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മളൊരു കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, നമുക്കൊന്നും കൂടി ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കറിയാം പാർട്ട് സി OET റീഡിങ്ങിൻ്റെ വെൻ കമ്പയർഡ് ടു A and B കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ടാണ്. കാരണം അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കുറച്ചൊരു ചാലഞ്ചിങ് ആണ് അല്ലേ. 4 ഓപ്ഷൻസ് വരുന്നത് കാരണം നമുക്ക് കൺഫ്യൂഷൻ കൂടുതലാണ്. മാത്രമല്ല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ നമ്മൾ റീഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രേസസിൻ്റെ മീനിങ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഫ്രേസസ് എന്താ ഐഡിയ, ഒരു ഫ്രേസ് എന്നിട്ട് നമുക്ക് അതിൻ്റെ ബേസിക് മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറിലേക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഫ്രേസസിൻ്റെ മീനിങ്, പിന്നെ റെഫറൻസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റൈറ്ററുടെ ഒപ്പീനിയൻ അല്ലേ, പിന്നെ ഇൻഡയറക്റ്റ് മീനിങ് ആൻസറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി എന്തൊക്കെ ഐഡിയ ആണ് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് റോങ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ആൻസറായിട്ട് എടുക്കണ്ട, എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾ സ്ഥിരമായി പ്രത്യേകിച്ച് റീഡിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും, ഞാനിപ്പോൾ റീഡിങ്ങിൻ്റെയാണ് എനിക്ക് പേഴ്സണലി മെസ്സേജസൊക്കെ വരുന്നത്, നിങ്ങളത് കാണുന്നു, ഭയങ്കര യൂസ്ഫുൾ ആവുന്നു, എക്സാം പാസ്സാകുന്നു അല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ റിസൾട്ട് കുറച്ച് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, കുറച്ചൊരു പറയുന്നു നല്ല പ്രിപ്പറേഷൻ നന്നായി പോകുന്നുണ്ട്, ഒരു എന്താ പറയുക നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു എക്സാം ഡേറ്റ് എഴുതാൻ പോകുന്നു, പഠിച്ചു കഴിഞ്ഞു, കോൺഫിഡൻസ് കൂടി, ഇതെല്ലാം നമുക്ക് നല്ല കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ കൂടെ ഇന്ന് കുറച്ചൊരു ജോയിൻ ചെയ്തിട്ടുണ്ട്. അഞ്ജുമോൾ, ജോമോൾ, സന്ധ്യ, ആരതി, എല്ലാവർക്കും വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ വിത്ത് ബിന്ദു. ഓക്കെ, നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഫ്രേസിൻ്റെ മീനിങ് ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം, ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരു തവണ എവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലൈവിലെ, പുറത്തല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ, എന്നിട്ട് അവിടെ ഒരു ഫ്രേസ് വന്നിട്ടുണ്ട്. ഫ്രേസ് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ലെറ്റ് എലോൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഇഡിയമാണെന്ന്, ഇഡിയമാറ്റിക് ആണ്. ഇഡിയമാറ്റിക് ഇങ്ങനത്തെ യൂസ് വരുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് ഇതിൻ്റെ ലിറ്ററൽ മീനിങ്ങിന് അപ്പുറത്തേക്ക്, ബിയോണ്ട് ദ ലിറ്ററൽ മീനിങ്, ഇറ്റ് ഹാസ് ഒരു ഫിഗറേറ്റീവ് മീനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ വേർഡിൻ്റെ ബേസിക് മീനിങ് അറിയാത്തത് കൊണ്ട് നമ്മുടെ ആൻസർ റോങ് ആയും പോവാം. യെസ്, ജൂലി, സോണി, നീതു വർഗീസ്, നിങ്ങൾക്കും നമ്മുടെ സെഷനിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വാട്ട് ഇസ് ദ ഫ്രേസ് ലെറ്റ് അലോൺ ഇൻഡിക്കേറ്റ് ഇൻ ദ എബവ് ലൈൻസ്. മുകളിൽ പറഞ്ഞ വരികളിൽ ലെറ്റ് അലോൺ എന്നുള്ള ഫേസ് എന്തിനെയാണ്, ഏത് ഐഡിയയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഏത് ഐഡിയയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇഫ് യു ഫീൽ വേഗ് അബൌട്ട് വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഇൽനെസ്, യു ആർ നോട്ട് അലോൺ. നിങ്ങൾക്ക് മാത്രമല്ല അങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. മോസ്റ്റ് മെഡിക്കൽ റെസിഡൻസ് റിപ്പോർട്ട് ദാറ്റ് they never learned how to assess the mental health of their patients, let alone their own mental health അല്ലേ. കുറച്ചേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അത് വായിച്ചിട്ട് പെട്ടെന്നൊരു ആൻസറിലേക്ക് എത്തണം. യെസ് രഞ്ജു, ഹലോ ആൻഡ് വെൽക്കം ടു OET റീഡിംഗ് ലൈവ് സെഷൻ. ഓക്കെ, ഏത് ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്നതിനകത്ത് എയിൽ പറയുന്നു അസസിങ്
their own mental health is difficult for them. അല്ലേ? മെഡിക്കൽ റെസിഡൻസ് റിപ്പോർട്ട് ദാറ്റ് ദേ നെവർ ലേൺഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ മെഡിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. ബി, ദേ കൻ ഓൺലി അസസ് ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത്. അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ദേ ഇഗ്നോർ ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത്. അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിനകത്ത് ഒരു താല്പര്യവും ഇല്ല. അവരതിനെ ഇഗ്നോർ ചെയ്യുന്നു. ദെയർ മെൻ്റൽ വെൽബീയിങ് കോൺട്രിബ്യൂട്ട്സ് ടു ഫീലിങ്സ് ഓഫ് ലോൺലിനെസ്. അവരുടെ മെൻ്റൽ വെൽബീയിങ് അവരുടെ ലോൺലിനെസ്സിന് കാരണമാകുന്നു. ഓക്കെ, ഏത് ആൻസറായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? എൻ്റെ കൂടെ ഇപ്പോൾ ലൈവ് കാണുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇവിടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്? ഏതെടുക്കും? യെസ്, ശൈലം പറയുന്നു ഷി വിൽ ചൂസ് സി. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? ജൂലി പറയുന്നു സി. ബീന പറയുന്നു എ. സജീന സത്താറിയസ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജുസ് അക്കാഡമീസ് OET Reading Live Session, and this is Bindu here from Tiju's Academy, Mavelikara. സുനു പി ബാബു പറയുന്നു എ. നീതു വർഗീസ് പറയുന്നു എ. ജോമോൾ സി മാത്യു പറയുന്നു എ. യെസ് അൽഫോൺസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്, സംശയമൊന്നും വേണ്ട. എ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? കുറച്ച് പേര് സി പറഞ്ഞു തെറ്റിച്ചു. ഇവിടെ ഒന്നും അറിയണ്ട. ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ലെറ്റ് അലോൺ. നമ്മൾ എപ്പോഴാണ് ലെറ്റ് അലോൺ എന്ന് ഉപയോഗിക്കുന്നത്? ലെറ്റ് അലോൺ ഈസ് എ ഫ്രേസ് യൂസ്ഡ് ടു എംഫസൈസ് ദാറ്റ് സംതിങ് ഈസ് ഈവൻ ലെസ് ലൈക്ലി ഓർ പോസിബിൾ ദാൻ അനദർ തിങ്. ഒന്ന് മറ്റേതിനേക്കാളും എന്താണ് സാധ്യത കുറവാണെന്ന് നമ്മൾ പറയത്തില്ലേ? മറ്റേതിനേക്കാൾ സാധ്യത കുറവ് ഇതിനാണ് എന്ന് പറയത്തില്ലേ? അങ്ങനെയാണ് ലെസ് ലൈക്ലി ഓർ പോസിബിൾ ദാൻ അനദർ. സംതിങ് ഈസ് ഈവൻ ലെസ് ലൈക്ലി ഓർ പോസിബിൾ ദാൻ അനദർ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഷോ ദാറ്റ് എ സിറ്റുവേഷൻ ഓർ ആക്ഷൻ ഈസ് ഓൾറെഡി ഡിഫിക്കൾട്ട് ഓർ അൺലൈക്ലി ആൻഡ് ആഡിങ് അനദർ ഫാക്ടർ മേക്സ് ഇറ്റ് മോർ ഈവൻ മോർ സോ. മറ്റേത് ഇതിനെ കൂടുതൽ ഡിഫിക്കൽട്ട്, ഒന്ന് ഓൾറെഡി ഡിഫിക്കൽട്ടാണ്, വേറൊരു കാര്യം അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ ലെറ്റ് അലോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയും അതേ മീനിങ്ങിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മോസ്റ്റ് മെഡിക്കൽ റെസിഡൻസ് റിപ്പോർട്ട് ദാറ്റ് ദേ നെവർ ലേൺഡ് ഹൗ ടു അസസ് ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദെയർ പേഷ്യൻസ്. അപ്പോൾ അവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അവർ പഠിച്ചിട്ടില്ല അല്ലേ? ദേ നെവർ ലേൺഡ്. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? അവർ അതിനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടില്ല. ദേ ലാക്ക് ട്രെയിനിങ് ഇൻ ദർ പേഷ്യൻസ് അല്ലേ? അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ബട്ട് ദേ ഓൾസോ ലാക്ക് ട്രെയിനിങ് ഇൻ അസസിങ് ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത്. അവരുടെ മെൻ്റൽ ഹെൽത്തിനും അവർക്ക് കിട്ടുന്നില്ല. അത് അവർക്ക് അതിനേക്കാളും പാടാണ്. പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ ഓൺ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്നത്. അപ്പം പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കിട്ടിയില്ല. ലെറ്റ് അലോൺ ദെയർ, അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത് അല്ലേ? സോ അസസിങ് ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. യെസ് ഒലീവിയ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജുസ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. അപ്പോൾ ഇവിടെ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ വേർഡിൻ്റെ മീനിങ് മാത്രം മതിയായിരുന്നു. ഏതാണ്? ലെറ്റ് അലോൺ. എന്താണ്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ മറ്റേതിനേക്കാളും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇവിടെ പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് അസസ് ചെയ്യുന്നവർ പഠിച്ചിട്ടില്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം. ലെറ്റ് അലോൺ ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിനേക്കാളും ഡിഫിക്കൽട്ടാണ്. സോ വി വിൽ ചൂസ് എ ആസ് ദ റൈറ്റ് ആൻസർ. യെസ്, സോ എ എടുത്തവർ ഓക്കെ. സി എടുത്തവർക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ വേറെ എലിമിനേഷനൊന്നുമില്ല. ഇവിടുത്തെ മീനിങ് എ ആണ്. ആ മീനിങ് വെച്ച് നോക്കുമ്പോൾ ദേ ക്യാൻ ഓൺലി അസസ്, അത് ഓപ്പോസിറ്റാണ്. ദേ ഇഗ്നോർ ദെയർ ഓൺ മെൻ്റൽ ഹെൽത്ത്. അങ്ങനെ പറയുന്നില്ല, ഇഗ്നോർ ചെയ്യുക എന്നല്ല അവിടെ പറയുന്നത്. അവർക്കത് പറ്റുന്നില്ല, ഡിഫിക്കൽട്ട് ഫോർ ദം ആണ്. അതുപോലെ ലെറ്റ് അലോൺ എന്നുള്ളത് നമ്മൾ ലോൺലി എന്നുള്ള മീനിങ്ങിലേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല. യെസ് അർച്ചന റിനി, ഗുഡ് ഈവനിങ്, വെൽക്കം ടു അവർ സെഷൻ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ കൂടെ നിങ്ങൾക്ക്, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ?
അപ്പം ഫ്രേസസിൻ്റെ മീനിങ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ്. ഇത് ടൈം സേവിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ എടുക്കുന്നതാണ്. കാരണം ഈ ഫ്രേസിൻ്റെ മീനിങ് അറിയാവുന്ന ഒരാൾക്ക് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മറ്റതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ് അല്ലേ എന്നറിയാവുന്ന ഒരാൾക്ക് വേഗം തന്നെ എടുത്തുകൂടെ. അവിടെ പാസേജ് പിന്നെയും വായിച്ച് സമയം കളയേണ്ട കാര്യം പോലും വരുന്നില്ല. ഓക്കെ, മൂവിങ് ഓൺ ടു. അപ്പോൾ പാർട്ട് സിയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസറിലേക്ക്. ഒന്ന് ഫ്രേസസിൻ്റെ മീനിങ് അറിയാമെങ്കിൽ ഇതൊരു ടിപ്പാണ്, ഫ്രേസസിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ റെഫറൻസ് വേർഡാണ്. നമ്മുടെ OETയുടെ ഒഫീഷ്യൽ റീഡിംഗ് മെറ്റീരിയലിലെ റെഫറൻസ് വേർഡാണ്, ദേ ആണ് അല്ലേ. അപ്പം നമുക്കിതിനകത്തൊന്ന് നോക്കാം. ഇൻ ദ എബവ് പാരഗ്രാഫ് ദ വേർഡ് ദേ റെഫർ ടു, ദേ എന്തിനെ റെഫർ ചെയ്യുന്നു? യെസ് ബിൻസി, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ ആൻഡ് ദിസ് ഈസ് ബിന്ദു വിത്ത് യു. യെസ് അക്ഷയ, ഹായ്, വെൽക്കം ടു അവർ സെഷൻ. ഓക്കെ, വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇതിലേക്ക് പോകുന്നു. ദേ റെഫറൻസ് വേർഡാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് OET റീഡിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ഐഡിയ തന്നെയാണ് റെഫറൻസ് വേർഡുകൾ അല്ലേ. റെഫറൻസ് വേർഡുകൾ എന്തിനെ റെഫർ ചെയ്യുന്നു? നമുക്കറിയാം പ്രീവിയസ്ലി മെൻഷൻഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഐഡിയാസ്, ആൾക്കാർ, ഇതിനൊക്കെയാണ് നമ്മൾ റെഫറൻസ് വേർഡ് വെച്ചിട്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും റെഫറൻസ് വേർഡിൻ്റെ ആൻസർ എപ്പോഴായിരിക്കും? പ്രീവിയസ് ലൈൻസിലായിരിക്കും, പ്രിസീഡിങ് ലൈൻസിലായിരിക്കും അല്ലേ. പിന്നെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വി ക്യാൻ റീഡ് ദ സറൗണ്ടിങ് ലൈൻസ്. അപ്പോൾ ഇത് OETയുടെ ഒഫീഷ്യൽ മെറ്റീരിയൽ എങ്ങനെ ഇതിലേക്ക് പോകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദേ എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ഏതൊക്കെ മാർഗ്ഗത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഇപ്പം നോക്കുന്നത് പാർട്ട് സി എങ്ങനെ എളുപ്പമാക്കാമെന്നില്ല. അപ്പോൾ ഒരു റെഫറൻസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു അപ്രോച്ച് ഇറ്റ്? അപ്പോൾ ഇവിടെ ദേ നമുക്കറിയാം, ദേ പ്ലൂറലാണ്. ദേ ഓൾവേസ് ഡിനോട്ട് പ്ലൂറൽ അല്ലേ, പ്ലൂറലിനെയാണ് കാണിക്കുന്നത്. അപ്പം എ ഒരു പ്ലൂറലാണ്. സിൻഡ്രംസ് എസ്സിൽ അവസാനിക്കുന്നു. ക്വസ്റ്റ്യൻസ്, സ്റ്റഡീസ്. പക്ഷേ ഡി അവിടെ ഒറിജിൻ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിയതാണ്, അങ്ങനെ വന്നാൽ നമുക്കവിടെ എന്ത് ചെയ്യാം? അതാദ്യം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം? ഇവിടെ ഒറിജിൻ സിംഗുലറിലാണ് തന്നിരിക്കുന്നത്, പ്ലൂറലാണ്. ദേ എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. അതുകൊണ്ട് ഒറിജിൻ ആൻസറായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് സിൻഡ്രം, ക്വസ്റ്റ്യൻ, സ്റ്റഡീസ്. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വായിച്ച് നമ്മൾ ഐഡിയ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? റിസർച്ചാണ് അവിടെ അല്ലേ തുടങ്ങുന്നത്. അവിടെ ഒരു ADHD തിങ്കിങ് ഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കോമൺലി ഹെൽഡ് ബിലീഫ്, ഒരു കോമൺ ബിലീഫ് ഉണ്ടായിരുന്നു ദാറ്റ് ADHD സ്റ്റാർട്ട്സ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ഇതായിരുന്നു കോമൺ ബിലീഫ്. അത് ബിലീഫാണ്. നമുക്കെന്ത് വേണം? നമുക്ക് ബിലീഫ് പോരല്ലോ, നമുക്ക് ശരിക്കും ഉള്ളതിൻ്റെ ഫാക്ട് കണ്ടുപിടിക്കണ്ടേ. ഫാക്ട് കിട്ടുന്നത് എവിടെ നിന്ന്? റിസർച്ച് ചെയ്യുന്നതാണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗവർ സ്റ്റഡീസ് ഫ്രം UK ആൻഡ് ബ്രസീൽ പബ്ലിഷ്ഡ് ഇൻ JAMA സൈക്യാട്രി അല്ലേ. സ്റ്റഡീസ് എന്താ പറയുന്നത്? റീസെൻറ്റ് റിസർച്ച് കണ്ടക്റ്റഡ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ബ്രസീൽ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ജേണൽ JAMA സൈക്യാട്രി ഈസ് കോസിങ് ഡൗട്ട്സ് ആൻഡ് ഇൻക്വയറീസ് റിഗാർഡിങ്. എന്തിനെക്കുറിച്ച് അവരവിടെ ഫ്യൂവലിംഗ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്? റിഗാർഡിങ് വെൻ ADHD സ്റ്റാർട്ട്സ്, എവിടെ തുടങ്ങുന്നു അല്ലേ. ദ ഒറിജിൻ, എവിടെയാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ട്സ്. ആൻഡ് ട്രജക്ടറി അല്ലാതെ, ട്രജക്ടറി മീൻസ് ഹൗ ഇറ്റ് പ്രോഗ്രസ്, എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, ഡിറക്ഷൻ എങ്ങോട്ടൊക്കെയാണ് അല്ലേ. എന്നിട്ട് പറയുന്നു സജസ്റ്റിങ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ക്യാൻ ബിഗിൻ ഇൻ അഡൾട്ട്ഹുഡ്, ഇത് അഡൾട്ട്ഹുഡിൽ മാത്രം തുടങ്ങുന്ന ഒന്നല്ല. എന്നിട്ട് സ്റ്റഡി പറഞ്ഞ എന്താ? ദർ മേ ബി 2 ഡിസ്റ്റിങ് സിൻഡ്രംസ്, 2 ഉണ്ടാവാം അല്ലേ. ഒന്ന് അഡൾട്ട് ഓൺസെറ്റും രണ്ടാമത്തത് ചൈൽഡ്ഹുഡും. എന്നിട്ട് പറയാണ് ദീസ് സ്റ്റഡീസ് പ്രപ്പോസ് ദ എക്സിസ്റ്റൻസ് ഓഫ് 2 സെപ്പറേറ്റ് ഫോംസ് ഓഫ് ADHD, വൺ ദാറ്റ് ബിഗിൻസ് ഇൻ, നമ്മളിപ്പോൾ വായിച്ചത്, ദേ എക്കോ ഏർലിയർ റിസർച്ച് ഫ്രം ന്യൂസിലാൻഡ്. എക്കോ കണ്ടോ, എക്കോ എന്ന് വെച്ചാൽ റിഫ്ലക്ട് ദ സെയിം തിങ്, സിമിലർ, ഇത്രയേ ഉള്ളൂ. ദ ഫൈൻഡിങ്സ് ഓഫ് UK ആൻഡ് ബ്രസീൽ സ്റ്റഡീസ് ആർ സിമിലർ ടു, ഏതുമായിട്ടാണ് സിമിലർ ടു എക്കോ ചെയ്യുന്നത്? പ്രീവിയസ് റിസർച്ച് കണ്ടക്റ്റഡ് ഇൻ ന്യൂസിലാൻഡ് വിച്ച് സപ്പോർട്ട്സ് ദ ഐഡിയ ഓഫ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ADHD. അപ്പം ഇവിടെ വേണ്ടത് ദേ എക്കോ, ഒരു റിസർച്ച് സിമിലർ ഫൈൻഡിങ്സ് തന്നെ വരുമ്പോഴാണ് അവിടെ ദേ എക്കോ ഏർലിയർ റിസർച്ച് ഫ്രം ന്യൂസിലാൻഡ്. അപ്പോൾ അവിടെ ദേ എന്ന് പറയുന്നത് ആരായിരിക്കും? റിസർച്ച് തന്നെയാണ്, സ്റ്റഡിയാണ് നമ്മളവിടെ ദേ എന്ന് വിളിച്ചിരിക്കുന്നത്. പിടി കിട്ടിയോ? അത് മാത്രമല്ല, ഒരു സ്റ്റഡിക്ക് മാത്രമേ വേറൊരു സ്റ്റഡിയെ റിപ്പീറ്റ് ചെയ്യാനായിട്ടോ സിമിലർ ഫൈൻഡിങ്സ് കൊണ്ടുവരാനോ ഒരു സ്റ്റഡിക്ക് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിംഗുലർ പ്ലൂറൽ ഉണ്ടെങ്കിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഈ വേർഡുകളെ എടുത്തിട്ട് അവിടെ വെച്ച് വായിച്ചു നോക്കാം. ആൻസർ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പാസേജിൽ ദേ വന്ന സ്ഥലത്ത് നമുക്ക് എന്തുപയോഗിക്കാം? സിൻഡ്രംസ് എക്കോ ഏർലിയർ റിസർച്ച് ആണോ? അല്ല.
ബിയിൽ പറയുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ വായിക്കണം ക്വസ്റ്റ്യൻസ് എക്കോ ഏർലിയർ റിസർച്ച്. ക്വസ്റ്റ്യൻ ആണോ ഏർലിയർ റിസർച്ച് അല്ലെങ്കിൽ സിമിലർ ഫൈൻഡിങ്സ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള അല്ല. സ്റ്റഡീസ് എക്കോ ഏർലിയർ റിസർച്ച്. ഓക്കെ, അപ്പോൾ അവിടെ റിസർച്ച് അല്ലേ സിമിലർ ഫൈൻഡിങ്സ്, ന്യൂസിലാൻഡിൽ നിന്നുള്ള സിമിലർ ഫൈൻഡിങ്സിനെ ഇവിടെ റിസർച്ച് അല്ലേ കാണിച്ചിരിക്കുന്നത്. റിസർച്ചിനല്ല ഒരു സ്റ്റഡിയുടെ അല്ലെങ്കിൽ വേറൊരു സ്റ്റഡിയുടെ റിസൾട്ടിനെ എക്കോ ചെയ്യാൻ സിമിലറായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒറിജിൻ നമ്മൾ ഓൾറെഡി സിംഗുലർ ആണെന്ന് പറഞ്ഞ് മാറ്റി, ഇനിയിപ്പോൾ പ്ലൂറൽ ആണെങ്കിലും ഒറിജിൻ എക്കോ വരുമോ? ഒറിജിൻ എക്കോ ചെയ്യുമോ? ഒറിജിൻ അവിടെ റിപ്പീറ്റ് ചെയ്യുമോ? ഒരു സ്റ്റഡിയുടെ സിമിലർ ഫൈൻഡിങ്സിനെ ഒറിജിൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ സ്റ്റഡീസ്, വേറൊരു റിസർച്ചിന് മാത്രമേ ഒരു റിസർച്ചിൻ്റെ സിമിലർ ഫൈൻഡിങ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. യെസ്, ജൂനിഷ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ചോമോൾ, യെസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ രണ്ട് ക്വസ്റ്റ്യൻ? മൂവിങ് ഓൺ ടു നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഉപയോഗിച്ച ടെക്നിക്ക് മനസ്സിലായല്ലോ. റെഫറൻസ് വേർഡുകൾ എങ്ങനെ വായിക്കണം? പ്രീവിയസ് ലൈൻസ് ആയിരിക്കും ഉള്ളത്. സിംഗുലർ പ്ലൂറൽ വെച്ച് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ വേർഡ് അതിൻ്റെ പ്ലേസിൽ വെച്ച് വായിച്ചു നോക്കാം. യെസ്, സുനീത, വെൽക്കം ടു അവർ സെഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which is most accurate regarding psoriasis? Psoriasisനെ നമ്മൾ psoriasis. പെട്ടെന്ന് കണ്ടുപിടിച്ചോ. വിച്ച് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് റിഗാർഡിങ് സൊറാസിസ്? നമ്മൾ സോറിയസിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ സൊറാസിസ് ആണ് കേട്ടോ. സൊറാസിസ് വിൽ എക്സ്പീരിയൻസ് ക്ലാപ്പ്. സൊറാസിസ് ദാറ്റ് ഈസ് ഇൻവോൾവ്മെൻറ്റ് ഡ്യൂറിങ് ദ ഡിസീസ് കോഴ്സ്. ദോ ഇറ്റ് ക്യാൻ പ്രസൻറ്റ് അറ്റ് എനി ഏജ്, സൊറാസിസ് ബിഗിൻസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ പീപ്പിൾ ഏജ്ഡ് 15 to 20 years and peaks again. Yes, Safa. Thank you so much that my classes are useful. എല്ലാവർക്കും, സഫയ്ക്ക് മാത്രമല്ല, നിങ്ങളത് എങ്ങനെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. യെസ്, അപ്പോൾ ഞാൻ ആൻസർ ചെയ്യാനുള്ള ടൈമാണ് തന്നത് കേട്ടോ. അവിടെ ശൈലം ഫസ്റ്റ് ആൻസർ ഒന്ന് ബി, മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years ഓഫ് ഏജ് ആണോ? നമുക്ക് നോക്കാം. യെസ്, കുറച്ച് പേര് എ പറയുന്നു, ഡി, ഒലിവിയ പറയുന്നു ഡി, സാംസൺ പറയുന്നു ഡി, ദീപ കുര്യൻ പറയുന്നു എ, ചോമോൾ മാത്യുവും പറയുന്നു എ, അഞ്ചുമോൾ പി എസ്, ഗീതു ഗിരീഷിനെല്ലാം ഡി ആണ്. അക്ഷയും എന്താ പറയുന്നത് ഡി തന്നെയാണ്. സോ ഇനിയും ഇന്നത്തെ ശരിക്കുള്ള ആൻസർ എന്താണെന്ന് അറിയാമോ? ശരിക്കുള്ള ആൻസർ ഇവിടെ എ ആണ്. എ ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിച്ചിരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിയർലി 80% ഓഫ് പേഷ്യൻസ് വിത്ത് സൊറാസിസ് വിൽ എക്സ്പീരിയൻസ് സ്കാൽപ്പ് സൊറാസിസ് അല്ലേ? യെസ്, സന്ധ്യ വിഷ്ണുവിന് സി ആണ്, ജൂനിഷയ്ക്ക് ഡി ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി അല്ലേ, ഏകദേശം 80% ഓഫ് ഇൻഡിവിജ്വൽസ് ഡയഗ്നോസ്ഡ് വിത്ത് സൊറാസിസ് വിൽ ഡെവലപ്പ് എന്തുണ്ടാവും അവർക്ക്? സൊറാസിസ് ഓൺ ദർ സ്കാൽപ്പ് അറ്റ് സം പോയിൻറ്റ് ഡ്യൂറിങ് ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ പ്രോഗ്രഷൻ ഓഫ് ഡിസീസിൽ അവർക്കൊരു സ്കാൽപ്പിൽ അവർക്ക് ഇത് വന്നിരിക്കും. ദോ ഇറ്റ് ക്യാൻ പ്രസൻറ്റ് അറ്റ് എനി ഏജ്, ഏത് ഏജിൽ വേണമെങ്കിലും വരാം. പക്ഷേ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി പീപ്പിൾ ഏജ് 15 to 20 years
15-20 years ആണ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. അതുപോലെ തന്നെ വേറൊരു ഏജ് ഗ്രൂപ്പ് അവിടെ പറയുന്നുണ്ട് 10%. കണ്ടോ, 10% അല്ല, സോറി, 55 to 60 അവിടെയും ഇത് പീക്കാവാം. ഈ 2 ഏജിലുമാണ് പീക്കാവുന്നത്. പ്രിവലൻസ് റേറ്റ്സ് ആർ സിമിലർ ബിറ്റ്വീൻ ബോത്ത് സെക്സസ് അല്ലേ, രണ്ട് കൂട്ടർക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്ങനെ ശരിയായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എയിൽ പറയുന്നു, ഇൻ അബൌട്ട് 20% ഓഫ് കേസസ് സ്കാൽപ്പ് സൊറൈസിസ് ഡസ് നോട്ട് ഡെവലപ്പ് ഇൻ സൊറൈസിസ് പേഷ്യൻസ്. സ്കാൽപ്പ് സൊറൈസിസ് ഉണ്ടാവുന്നില്ല, ശരിയല്ലേ? 85%, ഏകദേശം 85% ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. 20% ഉണ്ടാകുന്നില്ല, ഓൾമോസ്റ്റ് 20% ഇത് ഉണ്ടാകുന്നില്ല. ഇനി ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. അവിടെ ബിയിൽ പറയുന്നു മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years ഓഫ് ഏജ്. ആണോ? മോസ്റ്റ് കേസ് 10 years ഓഫ് ഏജ് ഉള്ള കുട്ടികളിലാണോ ഉണ്ടാവുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് സെൻറ്റൻസ് കണ്ടോ, പ്രിവലൻസ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രിവലൻസ് റേറ്റ്സ് ആർ സിമിലർ ബിറ്റ്വീൻ ബോത്ത് സെക്സസ്. അതായത് ബിറ്റ്വീൻ 10% and 15% ഓഫ് ന്യൂ കേസ് അറൈസ് ഇൻ. ബിറ്റ്വീൻ 10% ആൻഡ്, അതായത് അറൗണ്ട് 10% and 15% ഓഫ് ന്യൂലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് സൊറൈസിസ് occur in children who are under the age of 10 years old. കണ്ടോ, ന്യൂലി ഡയഗ്നോസ്ഡിൻ്റെ കാര്യം അത് പറയുന്നത്. വരുമോ അപ്പോൾ അവിടെ? മോസ്റ്റ് കേസസ് ന്യൂലി ഡയഗ്നോസ്ഡ് ആണ് അവിടെ വരേണ്ടത്, വരില്ല. ബി അവിടെ തെറ്റിപ്പോയി. സി, സ്കാൽപ്പ് സൊറൈസിസ് ഈസ് പ്രസൻറ്റ് ഇൻ 80% ഓഫ് സൊറൈസിസ് സഫറേഴ്സ്. 80% അല്ലേ, എബൌട്ട് വരണം, എബൌട്ട്. നിയർലി വരണം, അവിടെ നിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ശരിക്കും കറക്റ്റ് 80% എന്ന് പറയുന്നില്ല. അപ്രോക്സിമേറ്റ്ലി 80% അല്ലേ? അപ്പോൾ നിയർലി ഇട്ടാൽ നിയർലി തന്നെ വരണം അവിടെ, അല്ലാതെ 80% എന്ന് പറയുന്നില്ല. പിന്നെ ഡിയിൽ പറയുന്ന സൊറൈസിസ് ടിപ്പിക്കലി ഇനീഷ്യേറ്റ്സ് കോമൺലി ഇൻ ഇൻഡിവിജ്വൽസ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 15 to 20. അത് മാത്രമാണോ? വേറെ ഒരു ഏജ് കൂടെ പറയുന്നില്ലേ? അത് കൂടുതലായിട്ടും പീക്കാവുന്നത് എവിടെയും കൂടെ ആവുന്നുണ്ടത്? 55 to 60 കൂടെ വരുന്നുണ്ട്. 55 to 60 കൂടെ വരുന്നുണ്ട്. പറഞ്ഞിട്ടില്ല, കണ്ടോ? ഇവിടെ എബൌട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതാണ്? ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഇവിടെ ആൻസറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പറഞ്ഞ ഫാക്റ്റിൻ്റെ ബിഹൈൻഡിലൊരു ഫാക്റ്റ് ഉണ്ട്. എക്സ്പ്രസ് ചെയ്യണം എന്നില്ല, പക്ഷേ ഇത് ഓൾറെഡി ദ ഐഡിയ ഈസ് ദെയർ. അവിടെ അങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ട്. നിയർലി 80% അവിടെ സ്കാൽപ്പ് സൊറൈസിസ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ നിയർലി 20 അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു മീനിങ് ഉണ്ട്. കണ്ടോ, ഇൻഡയറക്റ്റ് മീനിങ് അവിടെ ആൻസറായിട്ട് വരും. യെസ് ബിൻസി, നിയർലി എന്നുള്ളത് നമുക്ക് 80% നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി, നിയർലി, അറൗണ്ട് എന്നുള്ള വേർഡും കൂടി അവിടെ വരണമായിരുന്നു. സോ വരാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഏതാ? എ ആണ് റൈറ്റ് ആൻസർ. അതൊരു ഇൻഡയറക്റ്റ് മീനിങ് ആണ്. ബിയിലെ മിസ്റ്റേക്ക് കണ്ടോ? മോസ്റ്റ് കേസസ് അവിടെ മാത്രമാണോ വന്നിരിക്കുന്നത്? മോസ്റ്റ് കേസസ് ചിൽഡ്രൻ ലെസ് ദാൻ ആണോ? അത് ന്യൂലി ഡയഗ്നോസ്ഡ് കേസസിലാണ് ചിൽഡ്രൻ ലെസ് ദാൻ അണ്ടർ 10 years പറയുന്നത്. സിയിൽ എബൌട്ട് പറഞ്ഞിട്ടില്ല. ഡിയിൽ കോമൺലി അവരിലല്ല, 15 to 20 മാത്രമല്ല, അത് പീക്കാവാൻ ഒരു ഏജ് ഗ്രൂപ്പിടെ ഉണ്ട്, 56 to 60 കൂടി വരും. അത് ക്ലിയർ ആണോ? 3 ക്വസ്റ്റ്യൻ അല്ലേ? 3 ക്വസ്റ്റ്യനിൽ ഗീതു എക്സ്പ്ലനേഷൻ ഓഫ് ഓപ്ഷൻ എ. എക്സാക്ട്ലി ഞാൻ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. നമുക്ക് പാർട്ട് സിയിൽ ഇൻഡയറക്റ്റ് മീനിങ് പലപ്പോഴും ആൻസറായിട്ട് വരും. മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചോദിച്ചാൽ ഡയറക്റ്റ്ലി ഇറ്റ് ഇസ് നോട്ട് മെൻഷൻഡ്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ പാർട്ട് സിയിൽ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത് ഇൻഡയറക്റ്റ്ലി അവിടെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും. ഇവിടെ നിയർലി 80% ഓഫ് പേഷ്യൻസ് അല്ലേ, ഏകദേശം ഓൾമോസ്റ്റ് നിയർലി അങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരേ ഇത് തന്നെയാണ് എബൌട്ട്. അവർക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദേ എക്സ്പീരിയൻസ് സ്കാൽപ്പ് സൊറൈസിസ് ഡ്യൂറിങ് ദ ഡിസീസ് കോഴ്സ്. അവർക്ക് എപ്പോഴെങ്കിലും സ്കാൽപ്പ് സൊറൈസിസ് വന്നിരിക്കും. ദോ കണ്ടോ, അതോ വേണ്ട, അവിടെ ഇത്ര മതി. സ്കാൽപ്പ് സൊറൈസിസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇല്ലാത്തവരുടെ കാര്യം അവിടെ പറയുന്നില്ല. പക്ഷേ നമുക്കവിടെ ഇല്ലാത്തവരുടെ ഇൻഡയറക്റ്റ് മീനിങ് എടുത്തൂടെ? നിയർലി 80% എന്ന് പറയുമ്പോൾ നിയർലി 20% എന്ത് സ്കാൽപ്പ് സൊറൈസിസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല
80% ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്താ 20% ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഏകദേശമാണ്. അപ്പോൾ നിയർലിയും ഇവിടെയും അതുകൊണ്ട് എബൌട്ട് എന്ന് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ആരായിരുന്നു എന്നോട് ചോദിച്ചത്? യെസ്, ഗീതു. ഹോപ്പ് ഗീതുവിന് ഇപ്പം അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ്. യെസ്, താങ്ക് യു ഗീതു, മനസ്സിലായതിൽ സന്തോഷം. ഇനി നമ്മൾ ഒരു 4th ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഓരോ ക്വസ്റ്റ്യനും പാർട്ട് സിയിൽ വരാൻ പോകുന്ന ഇതേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്. ഇതുപോലത്തെ ഐഡിയാസാണ് അവിടെ ആൻസറായിട്ട് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓപ്ഷൻസാണ് അവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ OET റീഡിങ്ങിൻ്റെ OETയുടെ ഒഫീഷ്യൽ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചിരിക്കുന്ന റൈറ്ററുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് അല്ലേ. ഒപ്പീനിയനേറ്റഡ് ആണ്, റൈറ്ററുടെ ഒപ്പീനിയൻ വരാം, അവിടെ ഫേവറബിൾ ഒപ്പീനിയൻ വരാം, അൺഫേവറബിൾ ഒപ്പീനിയൻ വരാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം റൈറ്ററുടെ ഒപ്പീനിയൻ മാത്രമല്ല ഇവിടെ വരുന്നത്, അതേഴ്സ് ഒപ്പീനിയൻ വരാം. ദോസ് ഹു ഹാവ് ഓൾറെഡി ഇതേ സെയിം ടോപ്പിക്കിൽ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുള്ളവരുടെ ഒപ്പീനിയനും വരാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ റൈറ്റർ ഇവോൻ കോട്ടർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒപ്പീനിയനും കൂടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദ റൈറ്റർ യൂസസ് ഇവോൻ കോട്ടേഴ്സ് വേർഡ്സ്. ഇവോൻ കോട്ടർ പറഞ്ഞ വേർഡ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റേഴ്സ് ഒപ്പീനിയൻ ആൻഡ് ഓൾസോ അതേഴ്സ് ഒപ്പീനിയൻ, അവിടെ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം റൈറ്ററുടെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്ററുടെ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ നമ്മൾ റൈറ്റർ ഉദ്ദേശിച്ചത് വേണം പറയേണ്ടത്. അല്ലെങ്കിൽ റൈറ്റർ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തിനാണ് ഇവോൻ കോട്ടറുടെ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാവരും ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചത്. നിങ്ങൾക്കത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. ഇത് ഒഫീഷ്യൽ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ആയത് കാരണം. പക്ഷേ അത് എങ്ങനെ വന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ളത് വന്നില്ല, എങ്ങനെ വായിച്ചെടുക്കണം, എന്ത് ഐഡിയ ആണ് എടുക്കുന്നതൊക്കെ. അപ്പം രഞ്ജു പറഞ്ഞു ബി ആണ്, പ്രീത തോമസ് ബി ആണ്, ജിൻസി പറഞ്ഞു എ ആണ്. യെസ് സന്ധ്യ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്, വെൽക്കം ടു അവർ സെഷൻ. സജി പറയുന്നു ബി ആണ്, ബിൻസി പറയുന്നു ബി ആണ്. ദീപ കുര്യൻ്റെ ആൻസറും ബി തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ അറിയണം ഇനിയും എലിമിനേഷനും കൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് അവിടെ ബി വന്നത്? ഇവിടെ ഇത്രയേ ഉള്ളൂ, റൈറ്ററുടെ ഒപ്പീനിയൻ അല്ല അതേഴ്സ് ഒപ്പീനിയനും വരാം. അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്തിനാണ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവരുടെ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അത് പഠിച്ചിരുന്നാൽ മതി. കൂടുതലായിട്ടും എന്തിനായിരിക്കും, ആ 2 പർപ്പസ് ഉണ്ട് കേട്ടോ. ആ 2 പർപ്പസ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആൻസർ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പർപ്പസിലേക്ക് വേഗം പോകാൻ പറ്റും. യൂഷ്വലി 2 പർപ്പസ്, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഡിസഗ്രിമെൻ്റ് ഓഫ് വ്യൂസ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഓഫ് വ്യൂസ്, അവരുടെ പെർസ്പെക്റ്റീവ്സ്, അവരുടെ വ്യൂസ് സിമിലർ ആണെന്ന് കാണിക്കാനും കൊണ്ടുവരാം. അതായത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടും സെയിം ആണ്, സോ ഒരു സപ്പോർട്ടിനും കൊണ്ടുവരാം. അതല്ല ഡിസ്സിമിലറാണ് അവിടെ അല്ലേ, അവരുടെ വ്യൂസൊന്നും ചേരുന്നില്ല, ഭയങ്കര എന്താ പറയുന്നത്, കോൺട്രഡിക്റ്ററി വ്യൂസാണ് അവർക്ക്, ഡിഫറെൻറ്റ് ഫൈൻഡിങ്സ് ആണെങ്കിൽ അതിനും കൊണ്ടുവരാം. അപ്പോൾ ഡിസഗ്രിമെൻ്റ് ഓഫ് വ്യൂസും ഉണ്ടാവാം, എഗ്രിമെൻ്റ് ഓഫ് വ്യൂസും ഉണ്ടാവാം. ഇവിടെ എഗ്രിമെൻ്റ് ആണോ ഡിസഗ്രിമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഗ്രിമെൻ്റ് തന്നെയാണ്, ബി ആണ് ഇവിടെ. റീഇൻഫോഴ്സ് എ വ്യൂ അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് സ്ലീപ്പ് ഡെപ്രിവേഷൻ. ഇവിടെ റൈറ്റർ ഇവോൻ കോട്ടറുടെ വേർഡ് കൊണ്ടുവന്നിരിക്കുന്നത് റീഇൻഫോഴ്സ്. അപ്പോഴാണ് നമ്മൾ റീഇൻഫോഴ്സ് എന്നുള്ളൊരു വേർഡിലേക്ക് നമ്മൾ പോവേണ്ടത് അല്ലേ. എന്താണ് അവിടെ റീഇൻഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. റീഇൻഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് പറയുകയാണ് അല്ലേ. അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ ആഡ് മോർ മീനിങ് ടു ദാറ്റ്, പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ അവിടെ റീഇൻഫോഴ്സ് എന്നുള്ള വേർഡ്, അവിടെ സപ്പോർട്ട് എന്നുള്ള ഐഡിയയിലേക്ക് നമുക്ക് പോകാം. സപ്പോർട്ട് എ വ്യൂ, സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? സിമിലർ ആയിട്ട് വരുമ്പോഴല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. 2 പേരുടെ വ്യൂസും ഭയങ്കര ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് വ്യൂസ് ആണെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യുമോ, റീഇൻഫോഴ്സ് ചെയ്യുമോ? ഇല്ല. സിമിലർ വ്യൂ ആണ് എബൌട്ട്. എന്തിനെക്കുറിച്ച് അവരുടെ വ്യൂസ് സിമിലർ ആവുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ പെർസ്പെക്റ്റീവ്സ് സെയിം ആവുന്നത് എന്തിനെക്കുറിച്ചായത്? ഇമ്പാക്റ്റ് ഓഫ് സ്ലീപ്പ് ഡെപ്രിവേഷൻ. സ്ലീപ്പ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദെയർ വ്യൂസ് ആർ സിമിലർ. അതുകൊണ്ടാണ് ഇവോൻ കോട്ടറുടെ വേർഡ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീഇൻഫോഴ്സ്, ടു സപ്പോർട്ട് എ വ്യൂ അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് സ്ലീപ്പ് ഡെപ്രിവേഷൻ. സ്ലീപ്പ് ഡെപ്രിവേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ, അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവോൻ കോട്ടറുടെ വേർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ?
സ്ലീപ്പ് ഡിപ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മില്യൺസ് ഓഫ് പീപ്പിൾ ഹൂ സഫർ സ്ലീപ്പ് പ്രോബ്ലംസ് ഓൾസോ സഫർ. അവരെന്തും കൂടി സഫർ ചെയ്യുന്നുണ്ട്, മിറിയഡ് ഹെൽത്ത് ബേർഡൻസ്, അനേകം വേറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അവിടെ എന്തൊക്കെയാണ്, ഇൻ അഡീഷൻ ടു ഇമോഷണൽ ഡിസ്ട്രസ് ആൻഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്. കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റും ഇമോഷണൽ ഡിസ്ട്രസ്സും കൂടാതെ മോർ ഓവർ ദാറ്റ് എന്തുകൂടെ ഉണ്ട് അവിടെ, വേറെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ, ഹൈ BP, ഒബിസിറ്റി, മെറ്റബോളിക് സിൻഡ്രം, ഇതെല്ലാം. എന്നിട്ട് ഇവോൺ കോട്ടർ പറഞ്ഞത് ഇതാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ സ്റ്റഡീസ് വി ഹാവ് ഡൺ ഓൾമോസ്റ്റ് എവറി വേരിയബിൾ വി മെഷർഡ് വാസ് അഫക്റ്റഡ്. എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റഡിയിൽ വേരിയബിൾസ് എന്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയോ, സ്ലീപ്പ് ഡിപ്രൈവ് ചെയ്തത് എല്ലാ ഓർഗനെയും എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദർ ഇസ് നോട്ട് എ സിസ്റ്റം ഇൻ ദ ബോഡി ദാറ്റ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ സ്ലീപ്പ്. സ്ലീപ്പ് അഫക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഅഫക്റ്റഡ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് ഇവാൻ ഗോട്ടർ ആരാണ്, സ്ലീപ്പ് റിസർച്ചർ, യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ. എവറി ടൈം വി സ്ലീപ്പ് ഡിപ്രൈവ് അവർ സെൽസ് തിങ്സ് ഗോ റോങ്. ഓരോ പ്രാവശ്യവും നമ്മുടെ ഉറക്കം പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു അവിടെ, തിങ്സ് ഗോയിങ് റോങ്. അവിടെ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് പകരമാണ് തിങ്സ് ഗോ റോങ് അല്ലേ. അപ്പോൾ അവിടെ എയിൽ പറഞ്ഞിരിക്കുന്നു എക്സ്പ്ലെയിൻ ദ മെയിൻ കോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ അവിടെ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സ്ലീപ്പ് കുറയുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ സം റിസർച്ച് ഫൈൻഡിങ്സ് ക്വസ്റ്റ്യനബിൾ ആണ്. അതായത് അവിടെ റിസർച്ച് ഫൈൻഡിങ്സ് എന്ന് പറയുമ്പം മെത്തേഡ്സ് എല്ലാം നല്ലതായിരുന്നോ, ആർ ദ റിസർച്ച് മെത്തേഡ്സ് അപ്രോപ്രിയേറ്റ് ആൻഡ് വെൽ ഡിസൈൻഡ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ. അല്ലെങ്കിൽ വേർ ദ ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് റിലയബിൾ ആൻഡ് അൺബയസ്ഡ്, ഡേറ്റ കളക്ട് ചെയ്തത് റിലയബിൾ വേയിലാണോ, അവിടെ ബയസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. ആർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സൗണ്ട് ആൻഡ് അപ്രോപ്രിയേറ്റ്, അവരുപയോഗിച്ച അനാലിസിസ് മെത്തേഡ് അപ്രോപ്രിയേറ്റും നല്ലതായിരുന്നോ. ഡു ദ റിസൾട്ട് സപ്പോർട്ട് ദ സ്റ്റേറ്റഡ് കൺക്ലൂഷൻ, ഇങ്ങനത്തെ എന്തെങ്കിലും റിസർച്ച് ഫൈൻഡിങ്സ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഇനി ഡിയിൽ പറയുന്നു ഡിസ്ക്രൈബ് ദ ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ സ്ലീപ്പ് ഡെപ്രിവേഷൻ റിസർച്ച്. അതായത് സ്ലീപ്പ് ഡെപ്രിവേഷൻ റിസർച്ച് ഫേസ് ചെയ്ത ചാലഞ്ചസ്, റിസർച്ച് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തോ, എന്തെങ്കിലും സ്റ്റഡിക്ക് അപ്രൂവൽ കിട്ടാതായോ, അങ്ങനെ ഗൈഡ് ലൈൻസ് ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഇവർ ഫേസ് ചെയ്തു, അതിനെക്കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല. അവിടെ ചാലഞ്ചസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കോസസിനെ കുറിച്ച് പറയുന്നില്ല, റിസർച്ച് ഫൈൻഡിങ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അവിടെ ആകെ ഇത്രയേ ഉള്ളൂ, രണ്ടുപേരുടെയും വ്യൂസ് സെയിം ആണ്. രണ്ടുപേരും പറയുന്നത് ഉറക്കക്കുറവ് അല്ലെങ്കിൽ സ്ലീപ്പ് ഡെപ്രിവേഷൻ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ്. കണ്ടോ, അപ്പം സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പഠിച്ച റൈറ്ററുടെ ഒപ്പീനിയൻ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ആവാം. ഇവിടെ ഇപ്പം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഫേവറബിളാണ്. അപ്പം വേറൊരാളുടെ ഒപ്പീനിയൻ കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും, ഡിസഗ്രിമെൻറ്റ് ഓർ എഗ്രിമെൻറ്റായി. ഇവിടെ എന്തായി വന്നു, ഇവിടെ എഗ്രിമെൻറ്റായി. ഹോപ്പ് നിങ്ങൾക്കത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഈ 4 ക്വസ്റ്റ്യൻസും. അപ്പം ഇതൊക്കെയാണ് പാർട്ട് സിയിൽ നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. ഫ്രേസിൻ്റെ മീനിങ്, റെഫറൻസ് വേർഡ്, ഇവിടെ ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഇവിടെ ആൻസറായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ. 4ൽ റൈറ്റർ വേറൊരാളുടെ ഒപ്പീനിയൻ കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ്. അവിടെയും എന്തിനു വേണ്ടിയിട്ടാണ്, സപ്പോർട്ടായിരുന്നു. ഡിസഗ്രിമെൻറ്റോ എഗ്രിമെൻറ്റോ ആയിരിക്കും, ഇവിടെ എന്താണ്, എഗ്രിമെൻ്റാണ്. അതുകൊണ്ടാണ് റീഇൻഫോഴ്സ് എ വ്യൂ. ഹോപ്പ് ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഐഡിയാസൊക്കെ ആയിരിക്കും തന്നെ നമ്മളെ പാർട്ട് സിയിൽ നമുക്ക് സ്കോർ കൂടുതൽ കിട്ടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ടിപ്സ് ഇതൊക്കെ തന്നെയാണ്. ഹോപ്പ് നിങ്ങൾക്ക് സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക, റീഡിങ് എളുപ്പമാവട്ടെ, പെട്ടെന്ന് OET ക്രാക്ക് ചെയ്യുക എല്ലാവരും. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ടിജൂസ് അക്കാഡമി. അപ്പോൾ ഇത് സെഷൻ ക്ലിയർ ആയല്ലോ. ഞാനപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ അടുത്ത സെഷനുമായിട്ട് കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ.